നമുക്ക് ഒരു സൺഡേ വ്ളോഗ് കണ്ടാലോ? ഞാൻ കുറേ ആയി ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ നിലമ്പൂർ പോയപ്പോഴും കോഴിക്കോട് പോയപ്പോഴും ഒക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തും. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചേ ഇന്ന് ഞാൻ കോഴിക്കോട് പോവാം. അപ്പോൾ ഐ തോട്ട് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാം. കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ഡെന്റൽ എക്സ്പോ ഉണ്ട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട്. സോ അതിനു വേണ്ടി പോവാം. അപ്പോൾ കോഴിക്കോട് പോവാ, ഫുഡ് കഴിക്കാം, എക്സ്പോന് പോവാ. ഇതൊക്കെയാണ് മൈൻഡിൽ. അപ്പോൾ നമുക്ക് കാണാലോ. ഓക്കെ, നമ്മൾ ആക്ച്വലി രാവിലെ ഒരു 9:15 9:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ തലേ ദിവസമൊക്കെ ഭയങ്കര മഴയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. റോഡിലൊന്നും അത്യാവശ്യം വലിയൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം വളരെ പീസ്ഫുള്ളായിട്ട് വലിയ ബ്ലോക്കിലൊന്നും പെടാണ്ട് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് പോകാൻ പറ്റി. നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടോ നമ്മളെ എക്സ്പോൻ്റെ സ്ഥലത്ത്. പക്ഷേങ്കിൽ നമുക്കൊരു പണി കിട്ടി. ലൈക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഫുൾ വണ്ടികളാണ്. ബാക്കിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സ് മുതൽ ഇങ്ങോളം വണ്ടികളാണ്. ഇവിടെ എക്സ്പോൻ്റെ ആ പ്ലേസ് കഴിഞ്ഞ് മുന്നോട്ട് ഒരു 500 മീറ്റേഴ്സിലും ഫുൾ വണ്ടികളാണ്. ഒരു രക്ഷയില്ല. അപ്പം നമ്മളിങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് പോവുക. എവിടെയെങ്കിലും കിട്ടുമായിരിക്കും ഒരു ഗ്യാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. ഇനി എക്സ്പോയിൽ കയറി അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച് ഇതൊക്കെയാണ് പരിപാടികൾ. എക്സ്പോൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ബിക്കോസ് കുറേ സാധനങ്ങൾ നോക്കുന്ന തിരക്കിലേനും നമ്മൾ കുറേ സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഒക്കെ കാണാൻ പറ്റി. അപ്പം അതിൻ്റെയൊക്കെ തിരക്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു 3:30 ഒക്കെ കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഒരു ഈവനിങ് ആയി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. കാർ എവിടെ വെച്ചെന്നറിയാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ എക്സ്പോ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി മെയിനായിട്ട് സാധനങ്ങൾ വാങ്ങുക എന്നല്ലായിരുന്നു, കൈൻഡ് ഓഫ് മീറ്റപ്പ് ആയിരുന്നു. കുറേ സീനിയേഴ്സിനെ കണ്ട് ജൂനിയേഴ്സിനെ കണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സന്തോഷം. സാറുമാരെ കണ്ടു. അപ്പം നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുക്കാം. ഇല്ലേ, വണ്ടി പാർക്ക് ചെയ്തെടുക്കാം. അതെ, ഇവിടെ ഇല്ലേ വണ്ടി പാർക്ക് ചെയ്താൽ കാണണം. ഇവിടുന്ന് അങ്ങോളം വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് നൈസായിട്ടൊരു സ്പോട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ നൈസായിട്ടുള്ളൊരു സ്പോട്ട് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ശ്യാമൽ ഇന്നത്തെ എക്സ്പോ എക്സ്പീരിയൻസ്? എന്താ ഇഷ്ടപ്പെട്ട ഈ എക്സ്പോയിൽ? നല്ല സാധനം, നല്ലൊരു ക്ലിനിക് ഓണർ ആണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങ് സാധിക്കാം. എല്ലാ സാധനവും ഉണ്ട്. അതെ, അതാണ് ഡിങ്കൻ്റെ എക്സ്പീരിയൻസ്. ശ്യാമലിന് പിന്നെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. അതെ, ഇവിടുത്തെ സാധനങ്ങളൊന്നും പറ്റൂല. ഞാനൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. നടന്ന് നമ്മളെ വണ്ടീൻ്റെ അടിക്ക് എത്താനായി. നമുക്കൊരു ഗസ്റ്റും കൂടിയുണ്ട്. ഗസ്റ്റ് അല്ല, ഒരു സർപ്രൈസ് വിസിറ്റർ. അതെ, കോളേജിൽ നമ്മളിവിടെ സ്ഥിരം ഉള്ള ഒരു ടീമായിരുന്നു. വന്നിട്ടുണ്ട് ചെങ്ങായിൻ്റെ ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരേ. സോ ഗൈസ്, നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടി 4:00 കത്സു പോന്ന അല്ലേ ഡിങ്ക? നമ്മള് കത്സു പോന്ന നമ്മള് ജാപ്പനീസ് ക്യൂസീൻ വി ആർ ഗോയിങ് ടു ട്രൈ. നമ്മൾ ഒരു തവണ കത്സു പോയിട്ടുണ്ടായിരുന്നു. ദിസ് അവർ സെക്കൻഡ് ടൈം. അമല എന്നെ കൂട്ടാണ്ട് വേറെയും പോയിട്ടുണ്ടായിരുന്നു. സോ യാ, നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാ. നമ്മളങ്ങനെ
ട്രീറ്റ് കൊടുക്കാൻ കയറ്റിയതോ? ആക്ച്വലി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടെല്ലാം ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഓൺ വോയിസ് വീഡിയോ ചെയ്താൽ ഇത് വരും, അന്ന് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും. അപ്പം ഞാൻ ഇവിടുന്ന് ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കലവില മറ്റേ സാധനം പറയാറ് ഡീസൻ്റ് ആണ്, എല്ലാവരും ഡീസൻ്റ്. സോ ഗൈസ്, വി ആർ അറ്റ് കാറ്റ്സൂലാണ് നമ്മൾ വന്നിട്ടുള്ളത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 5 ആയി. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം സൂഷി ട്രൈ ചെയ്യാൻ പോവാ. സൂഷി ഉണ്ട്, റാമിയൻ ഉണ്ട്. ഇവരൊക്കെ സൂഷി ട്രൈ ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇഷ്ടമാവും എന്നുള്ളത്. സൗബറിനേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അമൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു ട്രൈ സൂഷി ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ടൈമാ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇതിലൂടെ ചട്നിയും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. വാ, ഇത് ഇതിലൂടെ ഡിപ്പ് ചെയ്യല്ലേ? ഡിപ്പ് ചെയ്യണ്ട, എനിക്കറിയില്ല ഡിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വായിച്ച് നോക്കിയിട്ട് ഞാൻ ഓക്കെ ഓക്കെ ആണോ? രസമുണ്ട്. നമ്മള് കുക്ക്ഡായിട്ടുള്ള സാധനം വാങ്ങിയ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതിനെ കൊണ്ട് റോ മീറ്റ് പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് റോ സാൽമണോ? പോടാ, ഇത് ഇഞ്ചിയാ. അല്ല, സൂഷി കുഴപ്പമില്ല. സൂപ്പർ സാധനം. ഇതൊന്നുമില്ലല്ലോ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നറിയാം ഇതിന്റെ ടേസ്റ്റ്? ഇഞ്ചിയും ഇത് ഡാർക്കായോ? പിന്നെ നീ എടുത്ത പോലെ അല്ല നമ്മളെടുത്ത്. കുഴപ്പമില്ല. പെയിന്റിന്റെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊള്ളാം. സോ നമ്മളെ റാമീൻ എത്തിയിട്ടുണ്ട് ആൻഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമ്മൾ റാമീൻ ഓർഡർ ചെയ്തു, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, പിന്നെ ഈ കുക്കായിട്ടുള്ള സൂഷി വാങ്ങിച്ചതിനെ കൊണ്ട് സൂഷി വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല, അത് കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ കൊണ്ടുവച്ച ആ യെല്ലോ സാധനം ഹൗസ് സോയിന്നായിരുന്നു എൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം. അതിന് ആക്ച്വലി ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് അത്ര വലിയ രസം തോന്നിയിട്ടില്ല. ബാക്കി റാമീനും മറ്റേ ഫ്രൈഡ് റൈസും ബാക്കി കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. സൂഷി ഇനി നെക്സ്റ്റ് ടൈം പോയാൽ മറ്റേ സാൽമണിൻ്റെ റോ മീറ്റ് കഴിച്ച് നോക്കണം, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ കാറ്റ്സൂന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ NYC ബേക്കറി ഉണ്ട്, NYCയിലേക്ക് പോവാം. NYCയിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ട്രസ്ലേഷ്യസ് കേക്കാണ് കേട്ടോ. നമ്മൾ ഒരു ട്രസ്ലേഷ്യസ് പറഞ്ഞു, മെറ്റിൽഡ കേക്ക് പറഞ്ഞു, പിന്നെ ഒരു കുക്കിയും പറഞ്ഞു. ആക്ച്വലി ട്രസ്ലേഷ്യസ് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രസ്ലേഷ്യസ്. മെറ്റിൽഡ കേക്കും നല്ലതായിരുന്നു, പിന്നെ കുക്കീസും നല്ലതായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ വേഗം അത് ഷടപടയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി ഞാൻ അധികം ഡെസേർട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് മധുരം വലിയ താല്പര്യമില്ലാത്ത ആളാ. അപ്പോൾ കഴിച്ചാലും ലൈക്ക് ഒരു ലിമിറ്റ് വരെ ഞാൻ മധുരം കഴിക്കുള്ളൂ. ഓവർ മധുരമാണെങ്കിൽ തീരെ പറ്റൂല. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ഭയങ്കരം ഓവർ മധുരം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതുകൊണ്ട് കുറേ കഴിക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ അമലൊക്കെ മധുരത്തിന്റെ ആളാ. എത്ര മധുരം കഴിച്ചാലും അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെയും പിന്നെയും മധുരം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്കെല്ലാം കുറച്ച് മധുരം കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മലക്ക് കിട്ടുകയെന്ന് അറിയില്ലേ, അങ്ങനെയാവും. എല്ലാവരും മധുരമൊക്കെ കഴിച്ച് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഫുഡെല്ലാം കഴിച്ചിട്ട് മറ്റേ ഡെസേർട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇവരുടെ മുഖത്ത് കാണുന്നത്. നമ്മൾ രാവിലെ വരുന്ന വരെ ആക്ച്വലി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഇല്ലാത്ത നല്ല വെയിലൊക്കെ ഉള്ള നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടില്ല ഇന്ന് മഴ പെയ്യുന്ന. അയ്യോ, ഓക്കെ, നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? ആ, മഴ മഴ മഴ. ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ കണ്ണൂര്, കോഴിക്കോട് ഭാഗത്തൊക്കെ. ആൻഡ് ഇന്ന് രാവിലെ വരുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയില്ല, നല്ല വെയില്, അങ്ങനെ മഴ വരുന്ന പോലെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നോക്ക്, ഇപ്പൊ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. യാ NYCന്ന് ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത് കണ്ടോ, ഇവിടെ ചോക്കോലിക്കില്. ഇവിടെ വന്നിട്ട് ബ്രൗണി കഴിക്കണം എന്ന് അമലിന് ഭയങ്കര ആഗ്രഹം. സോ നമ്മള് ബ്രൗണി കഴിക്കാൻ പോവാ. ആക്ച്വലി വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാട്ടോ ഇന്നത്തെ ഒരു ഡേ പോയത്. ലൈക്ക് നമ്മൾ കോഴിക്കോട് വരിക, എക്സ്പോ കാണുക, അവിടുന്ന് ഫുഡ് കഴിക്കുക, വരിക, ഇതായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷേങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി, എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് പണ്ടത്തെ കുറേ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. സൗപർണികനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗപർണികേൻ്റെ അടുത്ത് നമ്മൾ ഫുൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കോളേജിൽ ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനത്തെ കുറേ മെമ്മറീസ്, എമ്മൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയായിരുന്നു. അപ്പം കുറേ കാലത്തിന് ശേഷം ഫ്രണ്ട്സിനെ കണ്ട്, അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടും ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ആക്ച്വലി. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോവാ ഫുഡ് കഴിക്കാൻ വേണ്ടി. കേതൽസ് ചിക്കൻ കഴിക്കാൻ പോവാ. ഈ ബഹളത്തിനിടയിൽ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ നല്ല മഴയാ. നമ്മൾ അടുത്ത് എത്തിയിട്ടുള്ളത് റഹ്മാനിയയിലാണ് കേട്ടോ. കണ്ടോ, റഹ്മാനിയയിലെ കേതൽ ചിക്കൻ കഴിക്കണമെന്ന് എമ്മക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ അങ്ങനെ റഹ്മാനിയയിലെ കേതൽ ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇവിടെ. അമലിന്റെ വയറൊക്കെ ഫുള്ളാ. നമ്മള് എമ്മ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതെ, അമ്മ മുന്നേ ഇവിടെ വന്നിട്ട് കേതൽ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. എന്താ ഇത്ര ഇഷ്ടം? എന്തുകൊണ്ടാണ് ഇവിടെ സജസ്റ്റ് ചെയ്ത്? ഞാൻ കേതൽസിന്റെ എല്ലാ ഔട്ട്ലെറ്റും പോയിട്ടുള്ള കേതൽ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, അത്ര. നമ്മളും കഴിച്ചു നോക്കട്ടെ കേട്ടോ. കുറച്ച് ജസ്റ്റ് കയറിയുന്നുള്ളൂ, പിന്നെ പുറത്ത് കറങ്ങി. നമുക്കിവിടെ കേതൽ ചിക്കൻ്റെ കൂടെ ലൈമും കൂടെ കിട്ടും. ലൈമും പിന്നെ കേതൽ ചിക്കനൊക്കെ നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവരുടെ വേറെ ഔട്ട്ലെറ്റ്സിലൊക്കെ ഈ കൊല്ലം അവിടെ എവിടേക്കല്ലോ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവർക്ക്. അവിടെയൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു പോലും ലൈമ്. പക്ഷേ ഇവിടെ അൺലിമിറ്റഡ് ആയിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ഫുഡടി പരിപാടികൾ, മീറ്റപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ഫുഡ് അടി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. സോ ഇത് സൗപർണിക, നമ്മളിന്ന് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുക, എമ്മൻ്റെ ഫ്രണ്ടാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ പറയോ, നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.